സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ വലിയ നോമ്പിലെ 4-ാം ഞായറാഴ്ചയിൽ കനാന്യാസ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന ഒരു സംഭവം നമ്മൾ വിശുദ്ധ ഏവൻഗേലിയോനിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടെ കനാന്യാസ്ത്രീയുടെ വിശ്വാസത്തെ യേശുക്രിസ്തു ആശ്ചര്യത്തോടെ മനസ്സിലാക്കുകയാണ്. അവളുടെ ലക്ഷ്യം തൻ്റെ മകളുടെ പരിപൂർണ സൗഖ്യമാണ്. അതിന് അവൾ കണ്ടെത്തിയ മാർഗം ക്ഷമയോടുകൂടി യേശുക്രിസ്തുവിനെ കാത്തുനിന്ന് തൻ്റെ വിശ്വാസത്തെ സ്ഥിരോത്സാഹത്തോടുകൂടി അവിടെ അറിയിക്കുന്ന ഒരു അനുഭവം. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം പാപങ്ങളിൽ നിന്നും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അന്വർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെയുള്ള വിമുക്തിയാണ്. ആ മുക്തിയുടെ മാർഗം എന്നുള്ളത് കനാന്യാസ്ത്രീയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ കാണുന്നത് പോലെ ക്ഷമയും വിശ്വാസവും സ്ഥിരോത്സാഹവും ഉണ്ടാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കനാന്യാസ്ത്രീയുടെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നോഹയുടെ ഏറ്റവും ഇളയ പുത്രനായ ഹാമിന്റെ മകനാണ് കനാൻ. ഹാം തൻ്റെ പിതാവിൻ്റെ നഗ്നത കണ്ടിട്ട് പുറത്തിറങ്ങി തൻ്റെ സഹോദരങ്ങളോട് അറിയിക്കുകയും ആ സംഭവം പിതാവ് അറിഞ്ഞ് അവനെ ശപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കനാൻ ശപിക്കപ്പെട്ടവനായി വിജാതീയരുടെ ഒരു വർഗമായി മാറുകയാണ്. അവരുടെ വംശങ്ങൾ പരന്നു. സീദോൻ, ഗെരാർ, ഗസ, സോദോം, ഗമോറ തുടങ്ങിയ വിജാതീയ സ്ഥലങ്ങളിൽ അവകാശികളായി അവർ നിൽക്കുമ്പോൾ അവരുടെ വിജാതീയതയും വിഗ്രഹാരാധനയും യഹോവയുടെ കോപത്തിന് പാത്രമായി തീരുകയും അങ്ങനെ അവർ എന്നും അതേ ഐഡന്റിറ്റിയിൽ തന്നെ ആയിരിക്കുന്ന ഒരു പാരമ്പര്യത്തിൽ സധൈര്യം യേശുക്രിസ്തുവിനെ കണ്ട് തൻ്റെ മകളുടെ വിശ്വാസത്തെ, തൻ്റെ മകളുടെ ഭൂതോപദ്രവത്തെ മാറ്റുവാൻ അവളുടെ വിശ്വാസം സ്ഥിരോത്സാഹത്തോടെ അവിടെ കാണുന്നു. നമ്മുടെ ജീവിതത്തിലും പരിപൂർണമായ സൗഖ്യം നമുക്ക് വേണ്ടേ? പാപങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന സകലതിൽ നിന്നും നമുക്ക് പരിപൂർണ സൗഖ്യം ആവശ്യമാണ്. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, പൈശാചികതയുടെ തടങ്കലുകളിൽ നിന്ന് ആ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാൻ ക്ഷമയും വിശ്വാസവും സ്ഥിരോത്സാഹവും ഉണ്ടാകണമെന്ന് കനാന്യാസ്ത്രീ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഏടുകളിൽ നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷമയും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും ആ വിശ്വാസം സ്ഥിരോത്സാഹമായി നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ. അപ്രകാരം പരിശുദ്ധ വലിയ നോമ്പിൽ പരിപൂർണമായ സൗഖ്യം ദൈവം നമുക്ക് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.